പരീക്ഷ എടുത്ത് വരികയില്ല. പരീക്ഷയെ ടെൻഷനോടെ നേരിടണോ വേണ്ടേ, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ടെൻഷൻ വേണ്ടാന്ന് ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. ടെൻഷൻ വേണ്ടാന്ന് ഉപദേശിക്കുന്നവർക്ക് ഒരു പരീക്ഷ ഇട്ട് നോക്കൂ, അപ്പോൾ കാണാം അവരുടെ ടെൻഷൻ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ടെൻഷനൊക്കെ ഇരിക്കട്ടെ, ടെൻഷനൊക്കെ അങ്ങ് പരമാവധി കൂട്ടിക്കോളൂ. മാക്സിമം ടെൻഷനിലോട്ട് പോയാലൊരു ഗുണമുണ്ട് കുട്ടികളെ. പരീക്ഷ എഴുതി കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ ആ ടെൻഷനൊക്കെ മാറിക്കിട്ടിയിട്ട് കിട്ടുന്ന ഒരു പരമാനന്ദ സുഖം, അതൊരു ഭയങ്കര സുഖമാണ്. അത് ടെൻഷനില്ലാത്ത ആർക്ക് ആസ്വദിക്കാൻ പറ്റും? ടെൻഷനൊക്കെ കൂട്ടിക്കോ, പരമാവധി ടെൻഷനിൽ പരീക്ഷ എഴുതിയിട്ട് ആ സുഖം ആവോളം ആസ്വദിക്കൂ. ഓൾ ദ ബെസ്റ്റ്. ഇനി പരീക്ഷ എങ്ങനെ നേരിടാം അതിനോർക്കേണ്ടതാണ് 4A 4B 4C EMD. 4A 4B 4C EMD. 4A യിൽ 4 കാര്യങ്ങൾ: അനാലിസിസ്, അവെയർനെസ്, അക്സെപ്റ്റൻസ്, അഫർമേഷൻ. അനാലിസിസ്, നിങ്ങളുടെ പാഠപുസ്തകമൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു പെൻസിലും എടുത്ത് ഓരോ വിഷയവും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓരോ പാരഗ്രാഫ് നോക്കി പഠിച്ചതാണെങ്കിൽ പെൻസിലിട്ട് ഒരു ടിക്ക് ഇടുക, പഠിക്കാത്തൊക്കെ പെൻസിലിട്ട് ഒരു വെട്ട ക്രോസ് മാർക്ക് ഇടുക. എന്നിട്ട് ഈ മാസം കൊണ്ട്, അതായത് ഫെബ്രുവരി മാസം കൊണ്ട് ആ പഠിക്കാൻ മിച്ചമുള്ളതൊക്കെ പഠിച്ചു തീർക്കുക. ഇനി ഫെബ്രുവരി 28 തീരുമ്പോൾ ഇതിലേതെങ്കിലും പഠിച്ചു തീർന്നില്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ, ഇനി പഠിക്കുകയേ വേണ്ട ഇനി. അതായത് മാർച്ച് മാസം തൊട്ട് പുതിയതൊന്നും പഠിക്കരുത്, റിവിഷൻ മാത്രം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിച്ചില്ല എന്ന് അനാലിസിസ് നടത്തുക. ആ പഠിക്കാത്ത ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്നും അവിടുത്തെ വെട്ട് മാറ്റി പെൻസിലിട്ട് ടിക്കാക്കിക്കോണം. അങ്ങനെ ഫെബ്രുവരി 28 ആകുമ്പം എത്രത്തോളം ടിക്ക് വീണു എന്ന് നോക്കി അനാലിസിസ് നടത്തുക. ഇത് നാളെ തുടങ്ങരുത്, ഇന്ന് തുടങ്ങണം. ഇത് കണ്ടു തീർന്ന് ഉടനെ തുടങ്ങിക്കോളണം. രണ്ടാമത്തെ അവെയർനെസ്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല ബോധം വേണം. പഠിക്കുമ്പോൾ 8 പ്രാവശ്യം വായിക്കാൻ മറക്കരുതേ കുഞ്ഞുങ്ങൾ. അക്സെപ്റ്റൻസ്, പഠിച്ചതൊക്കെ എൻ്റെ ഉണ്ട് എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുക. 4 അഫർമേഷൻ, എന്നെ കൊണ്ട് പറ്റും, ഞാനിത് പഠിക്കും, ഞാനിത് നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുമെന്ന ഒരു ചിന്ത, അഫർമേഷൻ. ഇതാണ് 4A: അനാലിസിസ്, അവെയർനെസ്, അക്സെപ്റ്റൻസ്, അഫർമേഷൻ. ഇനി അടുത്തത് വേണ്ടത് B: ബുക്ക്, ബേസിക്, ബെഡ്, ബിലീഫ്. ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ബുക്കിന് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ബുക്കിൽ ടിക്കൊക്കെ ഇടാനും ക്രോസ് ഇടാനും അനാലിസിസ് പറഞ്ഞു. അത് മാർക്ക് ചെയ്ത ബുക്ക് വെച്ച് നന്നായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്കണം. കാണാതെ പഠിക്കേണ്ട എന്നൊക്കെ വലിയ വിദഗ്ധന്മാർ പറയും. ഒരു V = IR എന്ന ഒരു ഫോർമുല കാണാപാഠം പഠിക്കാത്ത കുട്ടിക്ക് എങ്ങനെയാണ് അത് വെച്ച് കണക്ക് ചെയ്യാൻ കഴിയുക? കുറച്ചൊക്കെ കാണാതെ പഠിക്കൂ, ഒരു കുഴപ്പമില്ല. കണ്ടു പഠിക്കൂ, കാണാതെ പറയൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാണാതെ പഠിക്കാനല്ല, കാണാതെ പഠിക്കാൻ ആർക്കും പറ്റില്ല. കണ്ടു പഠിക്കൂ, കാണാതെ പറയാൻ പറ്റണം. ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്കുക, പിന്നീട് ഹയർ ലെവൽ, പിന്നീട് അതിനേക്കാൾ ഹയർ ലെവൽ, ആ ക്രമത്തിൽ പഠിക്കുക. പിന്നെ വേണ്ടത് ബെഡ്. പഠിക്കുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഉറക്കമില്ലെങ്കിൽ അന്ന് പഠിച്ചതെല്ലാം ജലത്തിൽ വരച്ച വര പോലെയാകും. നിങ്ങൾ പഠിച്ചതെല്ലാം ലോങ് മെമ്മറി പോകുന്ന ഉറങ്ങുമ്പോഴാണ്. അപ്പം ഇന്ന് പഠിച്ചിട്ട് ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഇന്ന് പഠിച്ചതെല്ലാം പഴയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. പരീക്ഷ എടുത്തു എന്ന് കരുതി ഓവറായിട്ട് ഉറക്കം ഇളക്കരുത്. ഇപ്പം ബെഡ്. ഇപ്പം ഈ മാസം ഫെബ്രുവരിയിൽ പഠിച്ചിട്ട് ഒരു 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങും. കാരണം പരീക്ഷ അടുത്ത് വരിക. ഇനി ഉറക്കം കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് വേണ്ടത്. മാർച്ച് മാസത്തിൽ 9 മണിക്കൂർ ഉറങ്ങും. ഇപ്പം ഈ മാസം ഒരു 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങും. മാർച്ച് മാസത്തിൽ ഒരു 9 മണിക്കൂറാക്കും ഉറക്കം. പിന്നെ ബിലീഫ്, നിങ്ങൾ പഠിച്ചതിനെ പറ്റി നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇനി അടുത്തത് 4 Cകളാണ്: കറേജ്, കോൺഫിഡൻസ്, സെലിബ്രേഷൻ, കോച്ചിങ്. കറേജ്, ധൈര്യം വേണം. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, എനിക്കറിയാം, പരീക്ഷ വന്നാൽ ഞാൻ നന്നായിട്ട് എഴുതും. ആ കറേജോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. രണ്ടാമത്തെ C: ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതും. സെലിബ്രേഷൻ, പഠിക്കാനുള്ള പാഠഭാഗത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഓരോ പാഠഭാഗവും പഠിച്ചേ ഞാൻ പഠിച്ചേ നേരം നിങ്ങൾ ആഹ്ലാദിച്ച് നടക്കും. പിന്നെ കോച്ചിങ്, 2 or 3 കുട്ടികൾ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങൾ പഠിക്കുക, മറ്റേ 2 പേരെയും പഠിപ്പിക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ കുട്ടി പഠിക്കട്ടെ, നിങ്ങൾക്ക് 2 പേർക്കും പഠിപ്പിച്ചു തരട്ടെ. മൂന്നാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ കുട്ടി പഠിച്ചിട്ട് നിങ്ങൾക്ക് 2 പേർക്കും പഠിപ്പിച്ചു തരട്ടെ. വീണ്ടും 4ാമത്തെ പാരഗ്രാഫ് ഒന്നാമത്തെ ആക്ക്. 2 അല്ലെങ്കിൽ 3 മതി ഒരു ഗ്രൂപ്പിൽ. 3 കൂടുതലായാൽ ശരിയാവില്ല. 2 ഏറ്റവും ഉത്തമം. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പാഠഭാഗം ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദ ബെസ്റ്റ് വേ ടു ലേൺ ഈസ് ടു ടീച്ച്. അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം, അവർ കൂടുതൽ പഠിച്ചത് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴാണോ ടീച്ചറായപ്പോഴാണോ. അതുകൊണ്ട് ബെസ്റ്റ് വേ ഈസ് ടു കോച്ച്. മറ്റുള്ളവരെ പഠിപ്പിക്കൂ, പഠിക്കും. പക്ഷേ ഇതെല്ലാം ഫെബ്രുവരി തീരണം കേട്ടോ. മാർച്ച് മാസത്തിൽ റിവിഷൻ മാത്രം. പഠിച്ചു കഴിഞ്ഞ പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യുക. പരമാവധി ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നോക്കുക. ഇനി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് ഓരോ വിഷയത്തിനും കൂൾ ഓഫ് ടൈം തരുന്നുണ്ട്. അത് നിങ്ങൾ EMD പാലിക്കാനാണ്. എന്താ ഈ EMD? നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുക,
വായിക്കുമ്പോൾ ഒരു പെൻസിൽ കയ്യിലിരിക്കട്ടെ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊന്നും എഴുതാൻ പാടില്ല നിയമം. എന്നാലും ഒരു ചോദ്യം വായിക്കുമ്പം ഈസി ആണെങ്കിൽ പെൻസിലിട്ട് ചെറുതായിട്ട് എന്ന് എഴുതി വയ്ക്കുക. ആ ചോദ്യത്തിൽ അവിടെ ഒരു മീഡിയം എളുപ്പമല്ല പ്രയാസമല്ലാത്തതാണെങ്കിൽ അവിടെ എന്ന് എഴുതി വയ്ക്കൂ. ഭയങ്കര കടുപ്പിച്ചൊന്നും എഴുതരുത്. പ്രയാസമുള്ള ക്വസ്റ്റ്യനൊക്കെ എന്ന് എഴുതി വയ്ക്കൂ, ഡിഫിക്കൽട്ട്. ഇനി ആദ്യം ഈ ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യൂ, മീഡിയം ക്വസ്റ്റ്യൻസ് രണ്ടാമത് ആൻസർ ചെയ്യൂ. ഈസി ആയിട്ടുള്ള എല്ലാം ആൻസർ ചെയ്തതിന് ശേഷം മീഡിയം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങും. അതും കഴിഞ്ഞിട്ട് മതി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ ഉത്തരം എഴുതണമെന്ന് ഒരു നിയമവുമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമെന്ന് ഉറപ്പ് വരുത്തുക. 10ാമത്തെ നമ്പറിട്ട് 12ാമത് ഉത്തരം എഴുതിയാൽ മാർക്ക് പോക്കാണ്. അവർ ക്വസ്റ്റ്യൻ നമ്പർ നോക്കി അതിൻ്റെ ചോദ്യം നോക്കി വാല്യൂ ചെയ്തോളും. പല കുട്ടികളും ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിരിക്കും. അത് എഴുതി ആലോചിച്ചിരുന്ന സമയം ഇത്രയും കളഞ്ഞ് അവസാനം എത്തുമ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിയാം. അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, വെളിയിറങ്ങി അങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂ, രണ്ടാമത് മീഡിയം ക്വസ്റ്റ്യൻസ്, മൂന്നാമത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ സമയം തികഞ്ഞില്ല എന്നുള്ള പരാതി വരില്ല. പിന്നെ മാർച്ച് മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് RFS, RFS, R റിവിഷൻ മാത്രം, S സ്ലീപ്പ് നല്ല ഉറക്കം, F ഫുഡ് ആഹാരം കഴിക്കുമ്പോൾ രാവിലെ 4 ദോശ കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ ആഹാരം കുറയ്ക്കാൻ ഞാൻ പറയില്ല. കാരണം ആഹാരം കുറച്ചാൽ ക്ഷീണം ഉണ്ടാവും, അത് പഠിത്തത്തെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമിച്ച് കഴിച്ചാൽ ആലസ്യം ഉണ്ടാവും. അതുകൊണ്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി അളവ് വീതം ഒരു 1.5 മണിക്കൂർ ഇടവിട്ട് കഴിക്കും. അപ്പോൾ ക്ഷീണം ഉണ്ടാവില്ല, ആലസ്യം ഉണ്ടാവില്ല. പിന്നെ ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ചെന്ന് നല്ല പച്ച കളറിലൊന്ന് നോക്കുക. ഒരു മുറിയിൽ കയറി ഒരു അടിപൊളി സിനിമ പാട്ടൊക്കെ ഇട്ട് 2 മിനിറ്റ് ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കുക. ദേഹമൊക്കെ അങ്ങോട്ട് ഇളകുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഓക്സിറ്റോസിനും ഡോപ്പമിനും ഉണ്ടാവും. ആ ഓക്സിറ്റോസിൻ ഉണ്ടായത് കാരണം നിങ്ങളുടെ ബോഡി അടുത്ത അരമണിക്കൂറേക്ക് നന്നായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും, ക്ഷീണം വരാതെ സൂക്ഷിക്കും. പലപ്പോഴും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിക്കാൻ അമ്മ പറയുമ്പോൾ എന്തോ ശല്യം, എപ്പോഴും പഠിക്കാൻ പറയണം, പഠിക്കണം പഠിത്തം എന്തോന്നിത് എന്ന ദേഷ്യത്തോടെ ആയിരിക്കും നിങ്ങൾ പലപ്പോഴും പഠിക്കാൻ പോകുക. അപ്പോൾ പഠിക്കുന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 2 മിനിറ്റ് ഒന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഡോപ്പമിൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ ഹോർമോൺ ഉണ്ടാക്കും. അപ്പോൾ അടുത്ത അരമണിക്കൂർ നിങ്ങൾ സ്നേഹിച്ച് പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അരമണിക്കൂറിനിടയ്ക്ക് ഡാൻസ് കളിക്കാൻ മറക്കരുതേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. അത് നാണമുള്ളവർ മുറി അടച്ചിട്ട് ചെയ്തോളൂ, അല്ലാത്തവർ മുറി അടയ്ക്കാതെയും ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. ഈ രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരിക്കും. പിന്നെ എഴുതുമ്പോൾ നന്നായിട്ട് എഴുതണം. നിങ്ങളുടെ അഭാവത്തിൽ വേറൊരാൾ വായിക്കാനുള്ളതാണ്. എഴുതിയ വാക്കിൻ്റെ മുകളിൽ കൂടെ ഓവർ റൈറ്റ് ചെയ്യരുത്, വെട്ടിയിട്ട് എഴുതുക. പിന്നെ ഒരു സെൻറ്റൻസ് എഴുതുമ്പം തെറ്റാണെന്ന് തോന്നിയാൽ ചില കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ മഷിയിട്ട് വരച്ച് നന്നായിട്ട് കറുപ്പിക്കും. ചോദിച്ചാൽ പറയും ഞാൻ എഴുതിയ തെറ്റ് പേപ്പർ നോക്കുന്ന ആൾ അറിയാതിരിക്കാനാണ് മാഷ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വെട്ടാത്തത് വായിക്കാൻ തന്നെ ഞങ്ങൾക്ക് നേരമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു വാര കൊണ്ടൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും അത് വായിക്കില്ല. വെട്ടാത്തത് വായിക്കാൻ സമയം തികയുന്നില്ല. ഒരു വെട്ട് കണ്ടാൽ വായിക്കില്ല. നിങ്ങൾ കറുപ്പിച്ച ഒരു വശം നിങ്ങൾ ഇവിടെ കറുപ്പിക്കും, പേജിൻ്റെ അപ്പുറത്ത് വശമുള്ള പേപ്പർ നോക്കുന്നവർക്ക് വായിക്കാനൊക്കില്ല, അവിടുത്തെ മാർക്ക് പോകും. പിന്നെ ആവശ്യമില്ലാതെ ഉത്തരങ്ങൾ വലിച്ചു നീട്ടരുത്, പ്രിസൈസായിട്ട് എഴുതുക. ഈ രീതിയിലൊക്കെ പഠിക്കൂ. പിന്നെ പരീക്ഷയുടെ അന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും പ്രാർത്ഥിച്ച് കൺകണ്ട ദൈവങ്ങളായ അമ്മയും അച്ഛനെയും കാലിത്തൊട്ട് തൊഴുത്, പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ അവരെയും കാലിത്തൊട്ട് തൊഴുതിട്ട് പോകൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒരു അടിപൊളി റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.